ഹായ് ഹലോ, ഐ ആം നിതിൻ. ദിസ് ഈസ് NSK Max. അപ്പം മറ്റൊരു ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണക്കാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ എന്താണ് പറയുക? കാൽക്കുലേറ്റ് ദ സർക്കംഫറൻസസ് ഓഫ് ദ സർക്കിൾ ഷോൺ ബിലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു സർക്കിൾ ആണ്. അതിന്റെ നടുക്ക് പച്ച കളറിൽ അല്ലെ ഗ്രീൻ കളറിൽ തന്നിരിക്കുന്ന ഒരു റെഗുലർ ഹെക്സഗൺ ആണ്. റെഗുലർ ഹെക്സഗന്റെ ഒരു വശം 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ എല്ലാ വശവും എന്ത് തന്നെയായിരിക്കും? 2 സെന്റിമീറ്റർ ആയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ എല്ലാ വശവും എന്തായിരിക്കും? 2 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സർക്കിളിന്റെ എന്താണ്? വാട്ട് ആർ ദ കാൽക്കുലേറ്റ് ദ സർക്കംഫറൻസസ് ഓഫ് ദ സർക്കിൾ. സർക്കംഫറൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിമീറ്റർ ആണ്. സർക്കംഫറൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിമീറ്റർ ആണ്. സർക്കംഫറൻസ് എന്ന് പെരിമീറ്റർ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. പെരിമീറ്റർ ഓഫ് സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്? 2πr ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വേണം? 2π ഇസ് എ കോൺസ്റ്റന്റ്. പക്ഷെ r എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്. അപ്പൊ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് റേഡിയസ് കണക്കാക്കണം. റേഡിയസ് കണക്കാക്കാൻ വേണ്ടി ഈ ഒരു റെഗുലർ ഹെക്സഗന്റെ ഓപ്പോസിറ്റ് കോർണേഴ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓപ്പോസിറ്റ് കോർണറുകൾ, അതായത് ഈ വശത്തിനെ A എന്നും ഇതിനെ B എന്നും ഇതിനെ C എന്നും അപ്രോക്സിമേറ്റ്ലി അങ്ങനെ എഴുതി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെന്റർ പോയിന്റിനെ O എന്നും വിളിക്കും. നിങ്ങൾ ഇതിന്റെ അകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു റെഗുലർ ഹെക്സഗൺ ഉണ്ടാകുന്നത് 6 ഇക്വിലാറ്ററുകൾ ട്രയാങ്കിളുകൾ ചേർന്നാണ് ഒരു റെഗുലർ ഹെക്സഗൺ. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വിലാറ്റർ ട്രയാങ്കിളിന്റെ വശം എത്ര തന്നെയായിരിക്കും? 2 സെന്റിമീറ്റർ ആയിരിക്കും. ഇതും 2 സെന്റിമീറ്റർ. ഈ ഇക്വിലാറ്റർ ട്രയാങ്കിളിന്റെ വശം 2 സെന്റിമീറ്റർ ആണെങ്കിൽ OA എന്ന് പറയുന്നതാണ് നമ്മുടെ റേഡിയസ്. റേഡിയസ് എത്ര കിട്ടി? 2 സെന്റിമീറ്റർ കിട്ടി. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ 2πr സിമ്പിൾ ആയിട്ട് നമുക്ക് കണക്കാക്കാം. പെരിമീറ്റർ ആണ് സർക്കംഫറൻസസ് അല്ലെ. സർക്കംഫറൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിമീറ്റർ ആണ്. therefore പെരിമീറ്റർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താം? 2πr ആണ്. ദാറ്റ് ഈസ് 2 into π into റേഡിയസ് ആയ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ 4π എന്ന് കിട്ടും. ദിസ് ഈസ് ദ എന്താണ്? സർക്കംഫറൻസസ് ഓഫ് ദിസ് എന്താണ്? സർക്കിൾ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഷോർട്ട് വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.